ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നു, ആ പെൺകുട്ടിയുമായിട്ട് മറ്റു ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു, ആ പെൺകുട്ടി ഗർഭിണിയാകുന്നു, ആ പെൺകുട്ടിയെ അബോർഷൻ നിർബന്ധിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരു പെൺകുട്ടിയെ മാത്രമല്ല, പല പെൺകുട്ടികളെന്നാണ് പുതിയ വാർത്തകളെല്ലാം വരുന്നത്. ആ നിലയിൽ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ആളെ ഇത്തരത്തിൽ വെളുപ്പിക്കേണ്ട കാര്യമുണ്ടോ? എന്ത് ധാർമ്മികതയാണ് കേരളത്തിൽ കോൺഗ്രസിനുള്ളത്? എന്ത് ധാർമ്മികതയാണ്? ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ പോരാ. സ്ഥാനത്ത് മാറ്റി നിർത്തുക എന്നുള്ളത് രാഷ്ട്രീയമാണ്. മാറ്റി നിർത്തണമോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ധാർമ്മികതയ്ക്ക് അനുസരിച്ച് അവർ ചെയ്യട്ടെ. പക്ഷെ ഒരു ധാർമ്മികത വേണ്ടേ? കൃത്യമായിട്ട് നിയമ നടപടി സ്വീകരിച്ച് അദ്ദേഹത്തിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ട അനിവാര്യമാണ്. എല്ലാ പ്രദേശങ്ങളിലും ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അകമ്പടി സ്വീകരിക്കുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരാണ്. അപ്പോൾ ധാർമ്മികമായി ഒന്ന് പരിശോധിക്കുമ്പോൾ ആ നിലപാട് സ്വീകരിക്കാതിരിക്കാൻ കോൺഗ്രസ് ഒരു നിലപാട് സ്വീകരിക്കണ്ടേ? ഇപ്പോൾ ഇന്നെന്താ VD സതീശൻ പറഞ്ഞത്? ഞങ്ങൾ നടപടിയൊക്കെ സ്വീകരിച്ചു. എന്ത് നടപടിയാണ്? പൊതുജനത്തെ കഴുതയാക്കുകയാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടിയോട് അവരുടെ കുടുംബത്തോട് കാണിക്കുന്ന വലിയൊരു അനീതിയും ഇതിനകത്ത് ഉണ്ട് എന്ന് നമ്മൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്.